ഫ്രണ്ട്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. കടുകിടുവിൻ്റെ KGL രണ്ടാമത്തെ ട്രക്കിംഗ് ഡേ. അപ്പോൾ നല്ല തണവാണ്. AMSൻ്റെ സംഭവം വിട്ടുപോയിട്ടില്ല. അത്യാവശ്യം മൂക്കുന്നൊക്കെ ചോര വന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. എന്തായാലും ഒരു കട്ടൻ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം. ഇവിടുത്തെ ഉദയത്തിൻ്റെ വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ണിന്ന് മൂക്കുന്നൊക്കെ ചോര വന്നാലെന്താ, ഈ ഒരു ഒറ്റ സീനറി പോലെ രക്ഷയില്ലാത്ത വ്യൂവിൽ നമ്മുടെ മറ്റൊരു എപ്പിസോഡ് തുടങ്ങുകയാണ്. എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കടുകിടു. ഇവിടെ ഈ കാലിയായ സ്ഥലത്തൊക്കെ നിൽക്കുന്ന ഈ ചെടികളെല്ലാം ഇവിടെയൊക്കെ നിറയുണ്ട് കേട്ടോ. ഇതെല്ലാം ക്യാരറ്റിൻ്റെ ആണ്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ചവറ് പോലെ ക്യാരറ്റ് ഉണ്ട് ഇവിടെ. രാവിലെ തന്നെ എല്ല് തുളയ്ക്കുന്ന ഉദ്ദേശം ഒരു 7 ഡിഗ്രി വരെയൊക്കെ തണുവാണ് കേട്ടോ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെയുള്ളത്. പക്ഷേ ഈ കാണുന്നൊരു കാഴ്ച ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നെന്തായാലും ഭക്ഷണം കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായ ആളുകളെത്തി അവരവരുടെ ഫുഡ് എടുത്ത് കഴിച്ച് തുടങ്ങി. അപ്പം നമുക്കും ഭക്ഷണം എടുക്കാം. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ട, മുട്ട പൊരിച്ചത്, പിന്നെ പുനമ്പൊലി അങ്ങനെ എന്താണ് പറഞ്ഞത്. ഇത് മഹാരാഷ്ട്രയുടെ സ്പെഷ്യൽ ഡിഷാണ്. ഇതിൽ എത്ര തിന്നാൻ പറ്റുമെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഭക്ഷണമൊന്നും തീരെ കയറില്ല കേട്ടോ ഈ തണവിൻ്റെ ക്ലൈമറ്റിൽ. എന്തെങ്കിലും കഴിച്ച് എനർജി നിർത്തുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാച്ചിൻ്റെ ലഗേജ് നോക്കുന്ന കോവർ കഴുതിയാണിത്. ആള് 2 ആലു പൊറോട്ടയൊക്കെ തട്ടി. അവസ്ഥയാണ് കേട്ടോ പൊടിയൊക്കെ. ഒന്നുമില്ല, കഴിഞ്ഞ്. നമ്മുടെ ടീമിലെ കുറച്ച് പേര് മുന്നേ ഇറങ്ങിയിട്ടുള്ളവർ അവിടെ ഒരുപാട് ദൂരം മുമ്പിലെത്തി കേട്ടോ. നമ്മുടെ ട്രയലിൻ്റെ രീതി പോകുന്നത് ഇങ്ങനെ കയറി ആ മലമുകളിലേക്കാണ്. ഈ മലയുടെ മണ്ടയെല്ലാം കണ്ടോ റെഡിഷ് ആയിട്ടിരിക്കുന്നു. അടിഭാഗം പച്ചയും ചുവന്ന മലമുകളും. ഇങ്ങനെ ഒരു വ്യൂ ആണ് ഇവിടെ എവിടെ നോക്കിയാലും കാണുക കേട്ടോ. ഈ നിച്ചനായി പാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വാലി ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ്. ഉദ്ദേശം 13,000 അടിയോളം പൊക്കത്തിലുള്ള ഈ ഒരു ഭാഗമാണ് ശരിക്ക് ലഡാക്കിൻ്റെ ഉയർന്ന ഭാഗങ്ങളെയും അതുപോലെ സോൻമാർഗ് വാലിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാലം കണക്കെ നിൽക്കുന്ന ഭാഗം. ഈ ചെടിയാണ് നമ്മൾ ഇന്നലെ തേയില വരി നിൽക്കണമെന്ന് പറഞ്ഞില്ല മലകളിൽ. അതാണ് ഈ ചെടിയാണ് കേട്ടോ. ഒരു നമ്മുടെ പൂക്കൊട്ടയിലൊക്കെ വെക്കണേ ബൊക്കയിലൊക്കെ ചെയ്യുന്ന മാതിരത്തെ ഒരു ചെടി. ആദ്യത്തെ 1 കിലോമീറ്റർ തന്നെ ഹനുമാൻ ഗിയർ ഇട്ടിട്ടാണ് കയറണത്. നീങ്ങളില്ല, ഹെവി. പക്ഷെ ഇന്നത്തെ ഈ ഒരു ട്രക്കാണ് മൊത്തം KGLൻ്റെ 6 ദിവസങ്ങളിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളതെന്നാണ് മൊത്തത്തെ പറച്ചില്. നമുക്ക് സിമ്പിളൊന്നുമില്ല, ഡിപ്പെൻഡ് വൈസ് അവർ എനർജി. നല്ല കയറിക്കൊണ്ടിരിക്കണം. ഇനി ഒരു 12 കിലോമീറ്റർ കൂടി. നമ്മൾ കയറ്റം തുടങ്ങി. ഉദ്ദേശം ആ ഭാഗത്താണ്, നമ്മുടെ ടെൻറ്റ് കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ നടന്നു തുടങ്ങിയത്. ഇപ്പോൾ ഏറെക്കുറെ ഒരു 2 കിലോമീറ്ററിന് മേലെ നടന്നെത്തിയിട്ടോ. പക്ഷേ ഈ കയറ്റെത്തുമ്പോഴേക്കും ശ്വാസം ശരിക്കും ബുദ്ധിമുട്ടായി തുടങ്ങി. ഒരുമാതിരി സ്ലിപ്പറി ആയിട്ടുള്ള ഭാഗമാണ്. നമ്മുടെ ഗൈഡാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഒരു മെറ്റൽ പോലെ ഉരുണ്ട കല്ലൊക്കെ ആയിട്ട് മെറ്റൽ പോലെയുള്ള ഭാഗങ്ങളാണ്. ചവിട്ടുമ്പോൾ വഴുക്കി പോണ ഒരു രീതിയിലുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനും മെനക്കെടാവും ഈ വഴി നടക്കാനായിട്ട്. എന്തായാലും നമ്മുടെ ഗൈഡിന് സുഖമാണ്. ആള് ഓരോ മല കയറി അവിടെ ചെന്നിരിക്കുക, നമ്മളെ കാത്തിരിക്കുക. അടിപൊളി. എന്തായാലും നീങ്ങണില്ല, എങ്ങനെയെങ്കിലും മുകളിലേക്ക് എത്തണം. ഈ കല്ലുകളൊക്കെ കണ്ടോ, പാളി പോലെയാണ്. നോക്ക്, ഹിമാലയത്തിൽ മാത്രം കാണുന്ന ചില ചെടികൾ, മഞ്ഞുമൂടിയ മലനിര, ഒടുക്കത്തെ സീനറി. സാധാരണ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൂടെ അല്ല കേട്ടോ. അവരുടെ കുതിരകളും അതുമാതിരി ലോഡൊക്കെ ആയിട്ട് പോകുന്ന ടീം പോകുന്നത് അവർ സെപ്പറേറ്റ് വേറെ വഴിയിലൂടെയാണ്. നമ്മളീ നടന്നു പോകുന്ന ഈ വാലിയുടെ ഒരു പ്രത്യേകത കണ്ടോ, മൊത്തം മെറ്റൽ, ഏതാണ്ട് കോറിയിലോട്ട് കടന്ന പോലത്തെ ഒരു അവസ്ഥയിലുള്ള നിറയെ കല്ലാണ്, ഉരുണ്ട കല്ലുകളും. ഈ കാണുന്ന സ്ട്രീമിൽ ഇങ്ങനെ പോയി ഇത് താഴെ എത്തുമ്പോൾ ഏതെങ്കിലും ഒരു പുഴയൊക്കെ ആയിട്ട് വലിയൊരു നദിയായിട്ട് മാറുമായിരിക്കും.
ഈ കാശ്മീർ ഗ്രേറ്റിലേക്ക് യാത്ര പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ശരിക്കും ജൂൺ മുതൽ ഒരു ഉദ്ദേശം സെപ്റ്റംബർ ആദ്യ ഭാഗം വരെയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുരുകി പോയി കഴിഞ്ഞിട്ട് നിറയെ പൂക്കൾ വരുന്ന ഒരു സമയമാണ് ഈ ടൈം. മഞ്ഞും ഒരു പച്ച പോലും ഇല്ലാത്ത ശൂലം കുത്തിയ പോലത്തെ മല, ഇതൊക്കെ ആകാശത്തിൻ്റെ ഉള്ളിലേക്ക്. ഇപ്പോൾ കളി നമ്മൾ ഇത്ര നേരം വന്ന പോലെ അല്ല കേട്ടോ. ഇനി ഇറക്കായി, നേരെ തിരിച്ചായി ഉൾട്ടാ. കയറ്റത്തിൻ്റെ യുദ്ധമെല്ലാം കഴിഞ്ഞു. ഇനി വരുമെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇറക്കാണ് നേരെ താഴോട്ടെന്നാണ്. കുറച്ചടി താഴോട്ടും പിന്നീട് ഒരു കയറ്റം ആണ് തോന്നുന്നത്. എന്തായാലും 11,500 അടിയിൽ നിന്ന് 12,500 അടിയിലേക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഇറക്കം ഇറങ്ങി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്തായാലും ഒരു കയറ്റം ഉണ്ടാവും. പ്രതീക്ഷയ്ക്ക് ബാക്കിയുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ കയറ്റത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഗ്ലേസിയറിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുത്തനെ വന്ന അത്രയും ദൂരം താഴോട്ട് പോകും. അതോ ആ വഴികളിങ്ങനെ ട്രയൽ കാണുന്നില്ലേ, അതിൽ തന്നെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഒറ്റ മാസത്തിനുള്ളിൽ ഈ ഇവിടെ മൊത്തം മഞ്ഞ് മൂടി പോവും. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടൊക്കെയാണ് മഞ്ഞ് കയറി വരിക. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടന അടക്കം പേടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹിമാലയത്തിലെ ഹിമാനികളുടെയൊക്കെ ഉരുകിപ്പോക്ക്. ഇതൊരു കണ്ണും മൂക്കില്ലാത്ത അത്രയും ഫാസ്റ്റിലാണ് ഇത് ഉരുകി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. ആഗോളതാപനം, അതുപോലെ ചൂട് കൂടാനുള്ള കാരണം, നല്ല കുടിവെള്ളം കിട്ടാണ്ടിരിക്കാനൊരു കാരണം, ഇതൊക്കെ ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഹിമാലയ മലനിരകളിൽ ജീവിക്കുന്ന ആളുകളുടെ മൊത്തം കുടിവെള്ള സ്രോതസ്സാണ് ഈ ഉരുകി വരുന്ന ഹിമപാളികളിൽ നിന്നുള്ള വെള്ളം, ശുദ്ധജലം. അതാണ് ഇവിടെയുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നത്. മൃഗങ്ങളടക്കം അതാണ് കുടിക്കുന്നത്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് പറയത്തക്ക വലിയ ആവാസവ്യവസ്ഥ ഇല്ലെങ്കിലും ഇവിടെ തന്നെ കാണുന്ന തനതായിട്ടുള്ള ആവാസവ്യവസ്ഥകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുമാത്രമല്ല നമ്മുടെ നാട്ടിലത്തെ ചൂട്, പിന്നെ ഇവിടെ ഇപ്പോൾ വെയിലിനുള്ള ഇവിടുത്തെ ചൂട്, അതോടൊപ്പം തന്നെ ഒടുക്കത്തെ തണവും, ഇതൊക്കെ വലിയ ദോഷഭാഗങ്ങളായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ആകെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ കിടന്ന് അഴിഞ്ഞു പോകും. കഴുകന്മാർ പോലില്ല തിന്ന് അവസാനിപ്പിക്കുക. നമ്മൾ നടന്നു വരുന്ന ട്രയൽ ഇതാണ്. ഇതിന് പാരലായിട്ട് താഴെ കൂടെ ഷോർട്ട് കട്ട് അടിച്ചിട്ടാണ് നമ്മുടെ കുതിരപ്പടകൾ പോകണം. ഗ്യാസ് സിലിണ്ടറും നമ്മുടെ ഓഫ് റോഡ് ബാഗ്സും എല്ലാം ആയിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ രണ്ടും അവസാനം ഒരു വഴിയിലേക്ക് കേട്ടോ. അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ സമതല താഴെ ദൂരെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇറക്കവും സമാധാനം കിട്ടി, കുറച്ച് സമാധാനം. ഇവിടെയാണ് നമ്മുടെ ഫുഡ് കലാപരിപാടി. ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം. അതിന് തന്നെ ഭക്ഷണം ഇന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ബിരിയാണി പോലെ എന്തൊരു സാധനം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ 1 മണിക്കൂറിൻ്റെ ഫുഡ് ബ്രേക്കിന് ശേഷം വീണ്ടും നടക്കാൻ പോവാണ്. ഒരു തരം പുലാവായിരുന്നു കേട്ടോ, എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ കയ്യിൽ വല്ല റസ്ക് പോലത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കുകയാണെങ്കിൽ വരുന്നവർക്ക് അത് ഉപകാരപ്പെടും. നമ്മുടേതായിട്ടുള്ള ഭക്ഷണം അല്ലാത്ത ഓഫ് ലോഡിങ്ങിന് വിടുക. നാളത്തേക്കുള്ള ഓഫ് ലോഡിങ്ങിൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് ഈ ബാഗിലേക്ക് വയ്ക്കുക, കഴിക്കുക. അതാണ് ബെറ്റർ ഐഡിയ. നമ്മുടെ ക്യാമ്പിൻ്റെ അവിടെ കണ്ടായിരുന്നു കേട്ടോ ഒരു ഓറഞ്ച് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ ക്യാമ്പ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴത്തെ നടത്തം. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ട്രക്കിങ്ങിൻ്റെ ടഫ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേമാതിരി ചെറിയ ചെറിയ അങ്ങനെ ഇറക്കങ്ങളും, അത് കഴിഞ്ഞാൽ ഒരു പ്രതലം സമതലമായിട്ടുള്ളൊരു ഭാഗമാണ്. വലിയ ടഫൊന്നുമില്ല. അപ്പോൾ എവിടെ നോക്കിയാലും സ്ട്രീമാണ്, പക്ഷേ കൈ പോലും കഴുകാൻ പറ്റില്ല. അപ്പം തന്നെ കൈ ഫ്രീസാവും. അതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം. നനയാൻ പറ്റില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും മേലായി കഴിഞ്ഞാൽ അപ്പം തന്നെ തണുക്കും. അങ്ങനെ ഒരുവിധം നടന്ന് കടന്ന് ഒരു സമതലത്തിലെത്തി. ഇനി ഈ ഒരു കാണുന്നൊരു താഴെ കാണുന്നൊരു കുന്നില്ലേ, അതിനപ്പുറം കടന്നിട്ടാണ് നമ്മുടെ സ്ഥലം. അതിനി വേറെ ട്രയലാണോ എന്നറിയില്ല. അവിടെയാണ് നമ്മൾ ടെൻറ്റ് കണ്ടത് കേട്ടോ. എന്തായാലും കീപ് ഗോയിങ്. അതിൻ്റെ മുകളിൽ കണ്ടോ അവിടെ വീടാണത്. അതിലാൾക്കാരുണ്ട്. ഈ ചെമ്മരിയാടിനെയൊക്കെ മേയ്ക്കുന്ന ആൾക്കാർ അതിലാണ് വന്നിട്ട് സ്റ്റേ ചെയ്യുക. ആടുകളെയൊക്കെ ഇവിടെ നിർത്തി അതിൽ സ്റ്റേ ചെയ്ത് അങ്ങനത്തെ ലൈഫ് സ്റ്റൈലാണ് ഉണ്ടാവുക.
ഇതോ ഇവിടെ കണ്ടോ അതിൻ്റെ ഒരു ഹോള്. നമ്മുടെ ഐസിലൊക്കെ ഇഗ്ലൂ ഉണ്ടാക്കില്ലേ, ഇഗ്ലൂ അങ്ങനെ ഒരു സംഭവം മുമ്പ് പഠിച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു വേറെ വേർഷൻ. ഇഗ്ലൂ പോലെ പാറകളുടെ ഇടയിൽ പാറ കൊണ്ടൊരു വീട്. നമ്മളിതാ ഇറക്കം ഇത്തിരി സ്ലോപ്പായിട്ടുള്ള സ്ഥലമൊക്കെ ഇറങ്ങി വന്ന് സമതലം തന്നെയാണ്, പക്ഷേ ഇത്തിരി പാറമേ കൂടിയൊക്കെ ചാടി കടന്ന് വരണം. ഇപ്പുറത്തെ ഭാഗത്തൊരു വ്യൂ കണ്ടോ നമ്മൾ, മഴ നിഴൽ. ഇതിൽ ബഷീർക്ക് ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ആലോചിച്ച്, ഇതിൻ്റെ മണ്ട കൂടെ ഇന്നേരം വരെ ഒരു ട്രെയിൻ ഫ്ലൈറ്റ് പോലും പ്ലെയിൻ പോലും പറക്കണത് കണ്ടില്ല. അതെന്താണോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടായിരിക്കും ചിലപ്പോൾ, തടസ്സം. അതുകൊണ്ടായിരിക്കും അല്ലേ. അത്ര വിവരമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കമൻ്റായിട്ട് പറഞ്ഞു തരണം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഉള്ളൊരു വ്യൂ എന്താ ഭംഗി, എന്തൊക്കെ വ്യൂ. നേരം ട്രക്കിങ്ങിൻ്റെ എല്ലാ ക്ഷീണവും മാറിപ്പോകും കേട്ടോ. ഒസം എല്ലാവരും ഭയങ്കര ത്രില്ലിങ് ആയി. അങ്ങനെ ഇത്ര നേരത്തിന് യാത്രയ്ക്ക് ശേഷം ഇന്നത്രയും ടഫല്ല അവർ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. ആണ് നമ്മുടെ ടെൻറ്റ്. ഇന്നത്തെ ടെൻറ്റ് ഒരു മാരക വ്യൂ ആണ് കേട്ടോ. ഒരു ജാതി വൈബുള്ളൊരു സ്ഥലം, ഒരു രക്ഷയില്ല. ചുറ്റും ചുവന്ന മല, പാറകൾ, മഞ്ഞ്. ഇപ്പുറത്ത് ഏതാണ്ട് കാർഗിൽ പോലെ, കീർത്തിയാക്കര സിനിമയിലുള്ള പോലെ ചുറ്റും മേഞ്ഞ് നടക്കുന്ന കുതിരകൾ. അവിടെ ഒരു അരുവി ആ സൈഡിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്. അങ്ങനെ ഒരു കിഡിലോസ്കി സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. ലൈക്ക് ദിസ്. ഇതൊക്കെയാണ് നമുക്ക് ഈ യാത്രയിൽ നിന്ന് കിട്ടുന്ന ഓരോരോ മൂലധനങ്ങൾ. നമുക്കുള്ള കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് നാച്ചുറൽ ലിവറിൽ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയുണ്ട് മോനെ, ഒരു രക്ഷയില്ല, അടിപൊളി പൊളിയാണ് കേട്ടോ. വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇതിന് പിന്നെ മീൻ ഇല്ല എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് അതിന് കാരണം പറയേണ്ട കാര്യമില്ല. കാരണം ഇത് മറ്റുള്ള പുഴകളായിട്ടൊന്നും ടച്ചാവാത്തൊരു സംഭവം. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത മഞ്ഞുരുകി വരുന്ന കാരണം ഇതിൽ മീനുണ്ടാവില്ല, അത്രയും തണുപ്പും കാര്യങ്ങളുള്ള കാരണം. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ സാൽമൺ ഫിഷ് ഇതുപോലെയുള്ള സംഭവങ്ങളിലേക്കാണ് വലിഞ്ഞു കയറി വരിക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ അങ്ങനത്തെ ഒരു വൈവിധ്യമൊന്നും ഇല്ല. എന്തായാലും നമ്മൾ KGL ട്രക്കിങ് തുടങ്ങിയത് മുതൽ ചതുപ്പ് അല്ലെങ്കിൽ വെള്ളം നിറയണ അങ്ങനത്തെ ഒരു ഭാഗം എവിടെയുണ്ടോ അവിടെ കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരാണ് വൈറ്റ് വാഗ്ടൈൽ അഥവാ വെള്ള വാലുവിലിക്ക് പക്ഷി. ഇപ്പോൾ ഇവൻ ഒരു ദേശാടന സ്വഭാവമുള്ള പക്ഷിയാണ് കേട്ടോ. ഇത് മുതിർന്നൊരു മെയിലാണ്. അല്ലെങ്കിൽ ഈ കഴുത്തിൽ കാണുന്ന കറുപ്പ് ലൈറ്റായിട്ടുള്ളതാണ് ഇതിലെ ഫീമെയിൽ. ഇവിടെ വന്നതിന് ശേഷമുള്ള മറ്റൊരു കലാപരിപാടി, അവിടെ നമ്മുടെ ടീംമേറ്റ്സൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഓഫ് ലോഡിങ് കൊടുത്ത ബാഗുകളും അതുപോലെ നമ്മുടെ ടെൻറ്റൊക്കെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഇതിന് ഒരു നമ്പറുണ്ട്, ഇത് കണ്ടോ 35. ഈ നമ്പർ നമ്മളെ ഓരോ സ്ലീപ്പിംഗ് ബാഗിനുണ്ട്. അതുപോലെ നമ്മുടെ ഓഫ് ലോഡിങ് ബാഗ് അത് ഞാൻ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ നമ്മുടെ ടെൻറ്റിലേക്ക് ഇതവിടെ കൊണ്ടുവയ്ക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കുക, കറങ്ങാൻ നേരണമെങ്കിൽ കറങ്ങാം. ഇതൊക്കെയാണ് പ്ലാൻ. നമ്മുടെ ഗ്യാങ്ങിനുള്ള ടെൻ്റ് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മുടെ ഗൈഡായിട്ടുള്ള അലിബായും അതുപോലെ നമ്മുടെ മുഷറഫ് ബായും കൂടിയിട്ട് ടെൻ്റ് അടിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇത് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ യാത്രകൾ ഒരുപാട് പോകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഇതൊന്ന് നമുക്ക് പഠിക്കേണ്ട സംഗതി തന്നെയാണ്. കാരണം പല സ്ഥലങ്ങളിലും വീടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ടെൻ്റാണ് ഹൈക്കേഴ്സിൻ്റെ പ്രധാന ഒരു സംഭവം. എനിക്കിത് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ടാണ് ഇത് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെയുള്ള ഒരു ചെറിയൊരു ആണി, ഇതാ ഇപ്പോൾ ഈ ബായി എടുക്കുന്ന ഈ ഒരു ആണി വെച്ചിട്ടാണ് നമ്മളിവിടെ ടെൻറ്റ് ഉറപ്പിക്കുന്നത്. ഇതാ അപ്പോൾ ഈ ആണി അങ്ങോട്ട് ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെൻറ്റ് സെറ്റായി. അപ്പോൾ ഇന്ന് മുതൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. താല്പര്യമുള്ളവർക്ക് അവരവരുടെ ടെൻറ്റ് ഒറ്റയ്ക്ക് തന്നെ ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. രാവിലെ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ടെൻറ്റ് മടക്കി കൊടുക്കാം. അത് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് അവർ ചെയ്യും.
എന്തത് ഗോപ്രോൻ്റെ ഹോൾഡറാ ഇതിന് വേണ്ടി എല്ലാം കേട്ടോ. ഇതിങ്ങനെ ഇരിക്കുന്നത് എന്താ ഗാഡിയുടെ അളവില്ല കറക്റ്റ് നമ്മുടെ ഇങ്ങനെയൊക്കെയാണ് വലിയ വർക്ക് ചെയ്യേണ്ടത്. തരും ഇവിടെ വന്നിട്ടുള്ള ഇന്നത്തെ ഒരു പൊളി സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മുടെ സെർച്ചിങ് സോൾസ് അതിനാണ് കേട്ടോ നമ്മുടെ ട്രാവൽ കമ്പനിയുടെ പേര്. നമ്മുടെ ടീം പൊരിഞ്ഞ ക്രിക്കറ്റ് കളി. നമുക്ക് നല്ല മൈതാനം പോലത്തെ സ്ഥലം കിട്ടി. सिक्स हो गया 6. പിന്നെ എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ എല്ലാവരും മെല്ലെ തിരിച്ച് ടെൻറ്റിലേക്ക് എത്തി തുടങ്ങി. ലെയർ ഇടാൻ സമയമായത് നമ്മുടെ ഡ്രസ്സ് കനം കൂട്ടാൻ സമയമായി. സൂര്യൻ അസ്തമിക്കുന്ന കാരണേ തണവ് കയറി വന്നു തുടങ്ങി. അപ്പോൾ ക്ഷീണിച്ച് വന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ ടൊമാറ്റോ സൂപ്പ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ KGL ട്രക്കിങ്ങിൻ്റെ 3ാമത്തെ ദിവസത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇന്നത്തെ പരിപാടിയിൽ. ഇനി എത്ര നേരം എൻജോയ് ചെയ്തു, ഇനി ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. നാളത്തെ നമ്മുടെ യാത്ര പോകുന്ന വഴി ഇതാ അതിലേക്ക് കയറിയിട്ടാണ് കേട്ടോ. അവിടെ നിന്ന് കയറി ഈ മലയുടെ മണ്ടയിൽ കൂടെ അങ്ങനെ വന്ന് ഒരു റൗണ്ട് അങ്ങനെ കറങ്ങി അപ്പുറത്തേക്ക് ഇറങ്ങി. അതാണ് നമ്മുടെ റൂട്ട്. ആ കാണുന്നതിൽ ഉള്ള ഭാഗമാണ് ഗത്സർ പാസ്. അപ്പോൾ നാളത്തെ നമ്മുടെ യാത്ര അങ്ങോട്ടാണ്. അപ്പോൾ ഗൈസ് വീഡിയോ മുഴുവനായിട്ടും കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇങ്ങനത്തെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ റീലുകളോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.